പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ജോൺ അഗസ്റ്റിൻ. ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനുശേഷം അതിന് മുന്നോട്ടുള്ള ഒരു വിലയിരുത്തലാണ് എൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫുട്ബോളിനോടുള്ള ആവേശം കൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ആദ്യമിട്ട റീല് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. അപ്പം അതിൻ്റെ അകത്ത് ഏകദേശം ആരൊക്കെ ഫൈനലിൽ വരും, ആരൊക്കെ അട്ടിമറി സൃഷ്ടിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് നോക്കൗട്ട് സ്റ്റേജ് മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ കഴിഞ്ഞ 4 വർഷത്തെ കളിയുടെ അടിസ്ഥാനത്തിൽ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏതൊക്കെ ടീം മുന്നോട്ട് വരുമെന്ന് മാത്രമാണ് ഞാൻ പറയണത്. ആദ്യത്തെ ഗ്രൂപ്പ് എ ഗ്രൂപ്പിൽ മെക്സിക്കോ ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ചെസ്റ്റിയ ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക് എന്നാണ് പറയണത്. അതിൽ മെക്സിക്കോയിലാണ് കളി നടക്കുന്നത്. അവരുടെ ഹോം ഗ്രൗണ്ടിലായത് കാരണം 100% മെക്സിക്കോ ഗ്രൂപ്പ് വിന്നറായിട്ട് അല്ലെങ്കിൽ നമ്പർ 1 പൊസിഷനിൽ മുന്നോട്ട് വരും. 2ാം സ്ഥാനക്കാരായിട്ട് ചെക്ക് റിപ്പബ്ലിക് വരും. സൗത്ത് കൊറിയക്ക് 3ാം സ്ഥാനം കിട്ടാം. സൗത്ത് ആഫ്രിക്കക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് വരാൻ ചാൻസ് ഇല്ല. 2ാമത്തെ ഗ്രൂപ്പ് കാനഡയാണ്. അതിൽ കാനഡയുണ്ട്, ബോസ്നിയ ഉണ്ട്, ഖത്തറുണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. കാനഡ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അവർ ഗ്രൂപ്പ് വിന്നറാവില്ല. ആ ഗ്രൂപ്പിൽ സ്വിറ്റ്സർലാൻഡ് തന്നെ ഗ്രൂപ്പ് വിന്നറായിട്ട് വരും. 2ാം സ്ഥാനം ബോസ്നിയക്ക് കിട്ടും. 3ാം സ്ഥാനം കിട്ടി ചിലപ്പോൾ കാനഡ നോക്കൗട്ടിലോട്ട് വരാനുണ്ട്. അത് ഖത്തറിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഖത്തറാണ് 4ാമത്തെ ടീം. അതിൻ്റെ അകത്ത് അടുത്തത് ഗ്രൂപ്പ് സി, ബ്രസീലിൻ്റെ ഗ്രൂപ്പാണ്. ബ്രസീലിനുണ്ട്, മൊറോക്കോ ഉണ്ട്, ഹൈറ്റി ഉണ്ട്, സ്കോട്ട്ലാൻഡ് ഉണ്ട്. അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ബ്രസീൽ ഗ്രൂപ്പ് വിന്നറായിട്ട് മുന്നോട്ട് വരും. മൊറോക്കോ ആയിട്ടുള്ള കളി അവർ ചിലപ്പോൾ ഒരു ഡ്രോയിലോട്ടൊക്കെ വരാൻ മാക്സിമം ചാൻസ് ഉണ്ട്. അല്ലാതെ ബ്രസീൽ ഗ്രൂപ്പ് വിന്നറാവും. 2ാം സ്ഥാനക്കാരായിട്ട് മൊറോക്കോ വരും. സ്കോട്ട്ലാൻഡിലും ഹൈറ്റിക്കും അതിൻ്റെ അകത്ത് ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. 4ാമത്തെ ഗ്രൂപ്പ് USA ആണ്. അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. USA ഉണ്ട്, പരാഗ്വേ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, തുർക്കി ഉണ്ട്. ഈ ഗ്രൂപ്പിൽ തുർക്കി ഗ്രൂപ്പ് വിന്നറായിട്ട് മുന്നോട്ട് വരാനാണ് സാധ്യത. USA, പരാഗ്വേ ഉണ്ട്. അത് ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് മിക്കവാറും USA 2ാം സ്ഥാനത്തും പരാഗ്വേ 3ാം സ്ഥാനമായിട്ട് വരും. ഓസ്ട്രേലിയക്ക് ഈ പ്രാവശ്യം വലിയ മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല. അവരുടെ പഴയ ടീമിൻ്റെ അത്രയും ഒരു നല്ല ടീമല്ല. അടുത്തത് ഗ്രൂപ്പ് E ആണ്. ഗ്രൂപ്പ് E ജർമ്മനി, കുറാക്കാവോ, ഐവറി കോസ്റ്റ്, ഇക്വഡോറാണ്. ജർമ്മനി കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജിൽ പോയതാണ്. പക്ഷേ ഈ പ്രാവശ്യമുള്ള ഗ്രൂപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് ജർമ്മനി ഗ്രൂപ്പ് വിന്നറായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത കാണുന്നത്. ഇക്വഡോർ 2ാം സ്ഥാനത്തും, കുറാക്കാവോക്ക് എന്താവുമെന്ന് അറിയില്ല. ഐവറി കോസ്റ്റും വലിയ ചാൻസസ് ഒന്നും കാണില്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് 3ാം സ്ഥാനക്കാരുണ്ടാകാൻ സാധ്യത കുറവാണ്. ജർമ്മനി, ഇക്വഡോർ അഡ്വാൻസ് ചെയ്യും. ഗ്രൂപ്പ് Fൽ നെതർലാൻഡ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ. നെതർലാൻഡ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഗ്രൂപ്പ് വിന്നറായിട്ട് മുന്നോട്ട് പോകും. 2ാം സ്ഥാനം ജപ്പാൻ ഉണ്ടാവും. 3ാം സ്ഥാനത്തിൽ സ്വീഡൻ വരാനാണ് സാധ്യത കൂടുതൽ. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം, ഈജിപ്റ്റ്, ഇറാൻ, ന്യൂസിലാൻഡ്. ബെൽജിയം പഴയ ബെൽജിയം ഒന്നുമല്ല, അത്ര ശക്തമായ ടീമൊന്നും ഇല്ലെങ്കിലും ഈ ഗ്രൂപ്പിൽ ഈസി ആയിട്ട്
ബെൽജിയം മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ന്യൂസിലാൻഡ് ഈ ടൂർണമെൻറ്റ് കളിക്കുന്ന ഏറ്റവും വീക്ക് ടീമാണ്. പിന്നെ ഉള്ളത് ഈജിപ്റ്റ്, ഇറാനാണ്. ഈജിപ്റ്റ് സലാഡ ടീമാണെങ്കിലും അതിൽ വലിയ പ്ലെയേഴ്സൊന്നുമില്ല, സപ്പോർട്ട് കിട്ടത്തില്ല. പിന്നെ പഴയ സലയല്ല, പ്രായമായി. അതുകൊണ്ട് ഇറാനാണ് 2ാം സ്ഥാനക്കാരനായിട്ട് മുന്നോട്ട് വരാൻ സാധ്യത ഞാൻ കാണുന്നത്. ചിലപ്പോൾ 3ാം സ്ഥാനക്കാരായിട്ട് ഈജിപ്റ്റും വരാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പ് എച്ച് സ്പെയിനിൻ്റെ ഗ്രൂപ്പാണ്. ഈ ടൂർണമെൻറ്റിൽ ഒരു വിന്നറാകാൻ സാധ്യതയുള്ളതാണ്. സ്പെയിൻ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ ചെയ്യാം ഗ്രൂപ്പ് വിന്നറായിട്ട്. പിന്നെ ഉള്ളത് ഉറുഗ്വേ, സൗദി അറേബ്യ, കാബോ വെർഡ എന്ന് പറഞ്ഞൊരു ടീമാണ്. അതിൽ ഉറുഗ്വേയും കൂടി കയറി വരും. മറ്റ് 2 ടീമുകളും ക്വാളിഫൈ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അടുത്തത് ഫ്രാൻസിൻ്റെ ഗ്രൂപ്പാണ്. ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ. ഫ്രാൻസ് ഗ്രൂപ്പ് വിന്നറായിട്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോകും. സെനഗൽ 2ാം സ്ഥാനവും നോർവേ 3ാം സ്ഥാനവും വരും. പിന്നെ അർജൻറ്റീനയുടെ ഗ്രൂപ്പാണ്. അർജൻറ്റീനയുടെ ഗ്രൂപ്പിൽ അർജൻറ്റീന 1ാം സ്ഥാനത്തും പിന്നെയുള്ളത് ആസ്ട്രിയ, അൾജീരിയ, ജോർദാൻ. ആസ്ട്രിയ 2ാം സ്ഥാനത്തും അൾജീരിയ 3ാം സ്ഥാനമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ജോർദാന് മിക്കവാറും ഒന്നും കിട്ടത്തില്ല. ഇനിയുള്ള ഗ്രൂപ്പ് പോർച്ചുഗലിൻ്റെയാണ്. പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ. ഇതിൽ പോർച്ചുഗൽ ഗ്രൂപ്പ് വിന്നറും കൊളംബിയ 2ാം സ്ഥാനത്തും വരും. DR കോങ്കോയ്ക്ക് ഉസ്ബെക്കിസ്ഥാനും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ലാസ്റ്റ് ഗ്രൂപ്പ് ഇംഗ്ലണ്ടിൻ്റെയാണ്. ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഗാന, പനാമ. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് വിന്നറാവും. ക്രൊയേഷ്യ പഴയ ക്രൊയേഷ്യ അല്ല, എല്ലാം പ്രായമായ ആൾക്കാരാണ്. എന്നിരുന്നാലും അവർ 2ാം സ്ഥാനമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 3ാം സ്ഥാനമായിട്ട് ഗാനയും വരും. ഇതാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ പ്രതീക്ഷിക്കുന്ന ടീമുകൾ. അതിൽ 3ാം സ്ഥാനത്തുള്ള 12 ടീമുകളിൽ 8 ടീം അഡ്വാൻസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 4 ഗ്രൂപ്പുകളിൽ ആരും കയറത്തില്ല. അതിലൊന്ന് ഈ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലാണ്. ഉസ്ബെക്കിസ്ഥാൻ 3ാം സ്ഥാനത്തായാലും കയറില്ല. രണ്ടാമത്തത് സ്പെയിനിൻ്റെ ഗ്രൂപ്പാണ്. സൗദി അറേബ്യ 3ാം സ്ഥാനത്ത് വരും, പക്ഷേ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് ജർമ്മനിയുടെ ഗ്രൂപ്പാണ്. ഐവറി കോസ്റ്റ് 3ാം സ്ഥാനത്ത് ആയാലും സാധ്യതയില്ല മുന്നോട്ട് വരാൻ. അവസാനത്തത് സ്കോട്ട്ലാൻഡാണ് ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ. 3ാം സ്ഥാനം കിട്ടിയാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 32 ടീമാണ് നോക്കൗട്ടിലോട്ട് കയറാൻ പോകണം. ബാക്കി അടുത്തേക്ക്